ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഡ് എന്ന കവിതാ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഇന്ന് പോയത്തിൻ്റെ അപ്രിസിയേഷനും ലെറ്റർ റൈറ്റിങ്ങും പോസ്റ്ററും പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് വായിക്കാം. പേഡ് കോ ദർജി ക്യോം കഹാ ഗയാ ഹേ. പേഡ് മരത്തെ ദർജി തുന്നൽക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? കവിത കാ ആശയ ലിഖേ. ആ കവിതാ പാഠഭാഗത്തിൻ്റെ ആശയം എഴുതുക. ആശയം ചോദിക്കുമ്പോഴേ, അതായത് അതിൻ്റെ സമ്മറിയാണ്, ചോദിക്കുമ്പോഴേ 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിലെ ഓദറിനെ കുറിച്ചാണ് എഴുതേണ്ടത് കേട്ടോ. നമുക്ക് വായിക്കാം. സുശീൽ ശുക്ല ഹിന്ദിക്ക് പ്രസിദ്ധ സാഹിത്യകാർ ഹേ. സുശീൽ ശുക്ലാണ് ആ പോയം എഴുതിയത്. അദ്ദേഹം ഹിന്ദിയിലെ പ്രസിദ്ധനായ സാഹിത്യകാരൻ ആണ്. പേഡ് ഉൻകി ചർച്ചിത് കവിത ഹേ. പേഡ് മരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചർച്ചാ വിഷയമായ കവിതയാണ്. യഹ് കവിത പേഡ് കി മഹത്വ കോ ദർശിത് ഹേ. യഹ് കവിത, ഈ കവിത പേഡിൻ്റെ മഹത്വത്തെയാണ് ദർശിക്കുന്നത്, വീക്ഷിക്കുന്നത്. പേഡ് മരം, അതിൻ്റെ മഹത്വം എന്താണ്, അതാണ് ഇവിടെ നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കി. കവി കഹിത്തെ ഹൈ കി. കവി പറയുന്നു, പേഡ് കോസലോं को हवाओं को धूप और छायाओं को सिलते हैं. പേഡ് മരം കോസല പക്ഷിക്കൂടുകളെയും ഹവായെയും, ഹവ എന്ന് വെച്ചാൽ കാറ്റ് അല്ലേ, അല്ലെ വായു, എല്ലാം ഒന്ന് തന്നെയാണ്. ഹവ ഓം കാറ്റിനെയും, ധൂപ് ചൂട് അല്ലെ വെയിൽ ചൂടിനെയും, ഛായ ഓം നിഴലുകളെയും അല്ലെ നിഴലിനെയും, സിൽത്തെ ഹേ തുന്നിച്ചേർക്കുന്നു. വാരയ്ക്ക് കോസലെ, ഹവായെ, ധൂപിന്, ഛായ, ഇവയൊക്കെ തുന്നിച്ചേർക്കുന്നു ആര്? മരം. വേ മിട്ടി സിൽക്കർ രംഗ് और പാനി സിൽക്കർ ആകാശ് ബനാത്തെ ഹായ്. വേ അവ, അതായത് പേട്, മിട്ടി മണ്ണിനെ തുന്നിച്ചേർത്ത്, രംഗ് നിറവും, പിന്നെന്താ നോക്കി, പാനി സിൽക്കർ ജലം, സിൽക്കർ തുന്നിച്ചേർത്ത് എന്തുണ്ടാക്കുന്നു? ആകാശവും, ബനാത്തെ ഹേ നിർമ്മിക്കുന്നു അല്ലെ ഉണ്ടാക്കുന്നു എന്ന വാക്കാണ് ബനാന. വേ ഫൂലോം കോ രംഗ് അവരെ മഹക്ക് ദേത്തെ ഹേ. വേ അവ ഫൂലോം പൂക്കൾക്ക്, രംഗ് നിറവും, മഹക്ക് സുഗന്ധവും നൽകുന്നു. മഹക്ക് എന്ന് വെച്ചാൽ സുഗന്ധം, മണം. അവരെ ഫലോം കോ വിശേഷ സ്വാദ് ദേത്തെ ഹൈ. ഫലങ്ങൾക്ക് വിശേഷമായ രുചിയും നൽകുന്നു. ഇസ് പ്രകാർ, ഇതേ രീതിയിൽ, പേഡ് പ്രകൃതിക്ക് ദർജി ഹേ. പേഡ് മരം പ്രകൃതിയിലെ തുന്നൽക്കാരൻ ആണ്. ജോ ഹമാരെ ചാരോ ഓർ സുന്ദർ ബനാത്തെ ഹൈ. ജോ അവ, അതായത് പേഡ്, ഹമാരെ നമ്മുടെ, ചാരോ ഓർ എന്ന് വെച്ചാൽ ചുറ്റുപാടിനെയും സുന്ദരമാക്കി തീർക്കുകയും ചെയ്യുന്നു. അതാണ് പേഡ് ചെയ്യുന്ന മരങ്ങൾ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. കവി പേഡ് കോ ദർജി കഹ്കറെ ഉസ്കി ജീവൻദായി ശക്തി കോ പ്രസ്തുത് കർത്തി ഹേ. കവി പേഡിനെ എന്നുവെച്ചാൽ മരത്തെ, ദർജി എന്ന് കഹ്കർ വിളിച്ച്, മരത്തെ എന്ത് വിളിച്ചു? തുന്നൽക്കാരൻ എന്ന് വിളിച്ച്, ഉസ്കി ജീവൻദായി ശക്തി, അതിൻ്റെ ജീവൻ നൽകുന്ന ശക്തിയെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദർജി, അതായത് തുന്നൽക്കാരൻ, കപ്പടെ സിൽക്കറെ നയാ രൂപ ദേത്താ ഹേ. കപ്പട എന്ന് വെച്ചാൽ ഡ്രസ്സ്, വസ്ത്രങ്ങൾ തുന്നി പുതിയ രൂപം നൽകുന്നു. ഇസി തരഹെ, ഇതേ രീതിയിലെ, തരഹ് എന്ന് വെച്ചാൽ രീതി പോലെ, ഇതേ രീതിയിൽ, പേഡ് പ്രകൃതി കോ നവചേതൻ. പേഡ് മരം പ്രകൃതിക്ക് പുതിയ ചേതൻ, ജീവൻ നൽകുന്നു. ഇത്രയും എഴുതി അപ്രിസിയേഷൻ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലെറ്റർ റൈറ്റിംഗ് ആണ്, ടെക്സ്റ്റിലെ ആക്ടിവിറ്റിയാണ്. നോക്കിയേ. കവിത ആപ്കോ കൈസെ ലഗി. കവിത നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആപ്കോ എന്ന് വെച്ചാൽ താങ്കൾക്ക് എങ്ങനെയാണ് ഈ കവിത വായിച്ചപ്പോൾ തോന്നിയത്? അപ്പം ഞാൻ മത് പ്രകട് കർത്തെ ഹേ. മത് എന്ന് വെച്ചാൽ അഭിപ്രായം. നിങ്ങളുടെ സ്വന്തം മത അഭിപ്രായം പ്രകടമാക്കിക്കൊണ്ട് കവിക്ക് നാം പത്ര ലിഖേ. കവിയുടെ പേരിൽ ഒരു പത്ര എന്ന് വെച്ചാൽ ലെറ്റർ എഴുതുക. നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കവിയുടെ പേരിലൊരു പത്രം എഴുതി കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പത്രം അറിയാമല്ലേ? പത്രം എന്ന് വെച്ചാൽ ലെറ്ററാണ്. ലെറ്ററിൻ്റെ ഫോമാറ്റ് അറിയാവുന്നതാണ്. സ്ഥാനത്തായിരിക്കും അല്ലേ, അതായത് റൈറ്റിലേക്ക് മാറ്റി സ്ഥാൻ കഴിഞ്ഞ് കോമ ഇടുക. അതിന് താഴെയായിട്ട് താരിഖ് എന്ന് വെച്ചാൽ ഡേറ്റ്, അതെഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി സംബോധന ചെയ്യുക. ഇവിടെ കവിയാണ് പ്രിയ സുശീൽ ജി, ഒരു ബഹുമാനം കൂടി കൊടുക്കുക കേട്ടോ, ജി എന്ന്.
കോമ ഇട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെയെന്ന് വേണം എഴുതി തുടങ്ങാൻ. ആദ്യം നോക്കിയേ കൈസെ ഹോ, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം, എങ്ങനെയുണ്ട്. വഹാം കുശ് ഹോ, കുശ് ഹേ എന്ന് വെച്ചാൽ അവിടെ കുശ് ഹേ സന്തോഷമാണ്. വഹാന്ന് വെച്ചാൽ അവിടെയും സന്തോഷമാണോ എന്ന് നമ്മൾ ചോദിക്കാം. ബഹത്ത് ദിനോം സെ സോച്ച് രഹാ ഹേ കി ആപ്കോ പത്ര ലിഖേങ്കെ. ബഹത്ത് ദിനോം സെ ഒരുപാട് നാളുകൾ കൊണ്ട് സോച്ച് രഹാ ഹേ ചിന്തിച്ചു കൊണ്ടിരുന്നു. ആപ്കോ താങ്കൾക്ക് ഒരു പത്ര ലിഖേങ്കെ, താങ്കൾക്കൊരു പത്രം എഴുതണം എന്നുവെച്ചാൽ കുറേ നാൾ കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, താങ്കൾക്ക് വേണ്ടി ഒരു കത്തെഴുതുക. സമയം കിട്ടിക്കാണില്ല അല്ലേ, അതുകൊണ്ട് അങ്ങനെയും കൂടെ വേണം നമുക്ക് എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് പദം നോക്കി. മുച്ചേ ആപ്കി കവിത സുന്ദർ ലഗ്തി ഹേ. മുച്ചേ എന്ന് വെച്ചാൽ എനിക്ക്, ആപ്കി താങ്കളുടെ കവിത സുന്ദരമായി, ലഗ്ന എന്ന് വെച്ചാൽ തോന്നുക, ലഗ്തി ഹേ തോന്നി. അടുത്ത് നോക്കിയേ. ആപ്പിനെ പേട് കോ ദർജി കഹ്കർ ഏക് നയാ ദൃഷ്ടികോൺ ദിയാ ഹേ. ആപ്പിനെ താങ്കൾ പേടിനെ മരത്തിനെ ദർജി എന്ന് വിളിച്ച്, തുന്നൽക്കാരൻ എന്ന് വിളിച്ച്, ഏക് നയാ ദൃഷ്ടികോൺ ദിയാ ഹേ ഒരു പുതിയ വീക്ഷണമാണ് നൽകിയത്. ദൃഷ്ടികോൺ വീക്ഷണം. പേട് കൊസലെ ഹവായേം ധൂപേ, മരം ഇതിനെയൊക്കെയാന്ന് നോക്കിയാൽ പക്ഷിക്കൂടെ, ഹവായേം കാറ്റിനെ, ധൂപേ ചൂടിനെ, ഛായയേം നിഴലിനെ, മെട്ടിന്ന് വെച്ചാൽ മണ്ണിനെ, കിനാരെ തീരം, സെമീൻ ഭൂമി, രംഗ് നിറം, മഹക്കെ സുഗന്ധം, സ്വാദ് രുചി, പാനി ജലം, ആകാശ് ആകാശം, ഫൂല് പൂക്കൾ, ഫൽ ഫലം, സബ് സിൽത്തേഹയും. ഇതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു? സിൽത്തേഹയും തുന്നിച്ചേർക്കുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫ് തിരിച്ചെഴുതുക. ഇസ് പ്രകാർ, ഇതേ രീതിയിൽ, പേട് പ്രകൃതിക്ക് ദർജിഹെ, ഇത് രീതിയിൽ എന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് പേട് പ്രകൃതിയിലെ എന്തായി മാറിയത്? ദർജി, തുന്നൽക്കാരൻ എന്ന് പറയുന്നത്. മുझे पेड़ों के प्रति प्यार और उनका സംരക്ഷൺ करने की പ്രേരണ देती है. മുझे എനിക്ക്, പേട് വൃക്ഷങ്ങളുടെ കെ പ്രതി നശ നേർക്ക്, മരത്തിൻ്റെ നേർക്ക്, അതായത് മരങ്ങളെ സ്നേഹിക്കുകയും, ഉൻകാ സംരക്ഷൺ കർണേക്ക് അതിനെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള പ്രേരണ ദേത്തിഹെ പ്രചോദനം നൽകി, അല്ലെ തന്നു. ഇത്ര എഴുതി കൊടുക്കണം കേട്ടോ. അതിനുശേഷം അങ്ങ് റൈറ്റിലേക്ക് മാറ്റി എഴുതുക. ആപ്കാ ദോസ്ത്, അങ്ങനെയല്ലേ ലെറ്റർ കൊണ്ട് നിർത്തുന്നേ. നിങ്ങളുടെ ദോസ്ത് കൂട്ടുകാരൻ, ഹസ്താക്ഷർ സിഗ്നേച്ചറാണ്, ബ്രാക്കറ്റിനകത്ത് ഇടുക. അതിൻ്റെ താഴെ നാം എന്നെഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. എന്നിട്ട് അത് റൈറ്റ് ഭാഗത്ത് വേണം എഴുതാൻ കേട്ടോ. ലെഫ്റ്റിലേക്ക് മാറ്റി താഴേക്ക് സേവാമേൻ 2 ആണ്, അതിൻ്റെ താഴെ നാമ പദ, എന്നിട്ട് ചെറിയ കോളം കൊടുക്കുക. ഓക്കെ, ലെറ്റർ റൈറ്റിംഗ് അങ്ങനെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പോസ്റ്റർ. പേട് സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ. മരത്തെ സംരക്ഷിക്കുന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ, സാധാ പോസ്റ്ററാണ്. പോസ്റ്ററിന് വേണമെങ്കിൽ ആദ്യം എഴുതാം ആ കോളത്തിന് വെളിയിൽ. പോസ്റ്റർ എഴുതുമ്പോൾ കോളം വരച്ചിരിക്കണം കേട്ടോ. അത് പോസ്റ്ററിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ എഴുതാം. ആവോ മിൽക്കർ പേട് ബനായേ ധർത്തിക്കോ സുന്ദർ ബനായേ. വരിക, പേട് മരം വെച്ചുപിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രകൃതിയെ സുന്ദരമാക്കി തീർക്കുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് നോക്കി ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിത്രം മരത്തിൻ്റെ വരച്ച് വയ്ക്കണം. എന്നിട്ട് അങ്ങ് റൈറ്റിലേക്ക് മാറ്റി പേട് ഹമാര ദോസ്തഹി എന്ന് എഴുതി ഇതുപോലെ കൊടുക്കണം. താഴെ പോയിന്റ് പോലെ എഴുതണം. പേട് പ്രകൃതിക്ക് ഷാൻ ഹേ. ഷാൻ എന്ന് വെച്ചാൽ അഭിമാനം. മരം പ്രകൃതിയുടെ അഭിമാനമാണ്. പേടോങ്കോ മത് കാട്ടോ, മരങ്ങളെ എന്ത് ചെയ്യില്ല? മത് കാട്ടോ, അതായത് മുറിച്ച് കളയരുത്. അടുത്ത പേട് സംരക്ഷൺ കർണ കർത്തവ്യ ഹേ. പേടിനെ സംരക്ഷിക്കുക എന്നത് കടമയാണ്. അടുത്ത് നോക്കിയേ, ഇത്രയും എഴുതിയിട്ട് എന്ത് ചെയ്യണം? കോളം വരയ്ക്കുക. നിങ്ങൾക്കറിയാമെങ്കിൽ 1-2 പോയിൻ്റ് കൂടി വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് ഇത് സാധാ പോസ്റ്റർ. അടുത്ത പോസ്റ്റർ തന്നിരിക്കുന്ന നോക്കിയാൽ സൂചന പോസ്റ്ററാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ എഴുതണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ആപ്കി സ്കൂൾ മേം ആയോജിത പര്യാവരൺ ദിവസേ സമാരോഹ് കി സൂചന പോസ്റ്റർ ലിഖേ. ആപ്കി സ്കൂൾ മേം, അതായത് നിങ്ങളുടെ സ്കൂളിലെ ആയോജിത ഹോന, ഏർപ്പാട് ചെയ്യുക എന്നൊക്കെയാണ്. പ്രബന്ധ ഹോന എന്ന് പറയും. പര്യാവരൺ ദിവസ് എൻവയോൺമെൻറ്റ് ഡേ ആണ്, അതായത് പരിസ്ഥിതി ദിവസം. അതിനെക്കുറിച്ചുള്ള ഒരു സൂചന പോസ്റ്റർ തയ്യാറാക്കാനാണ് അടുത്ത രീതി. അതിനും വേണമെങ്കിൽ പോസ്റ്ററിന് എഴുതിയിട്ട് വേണമെങ്കിൽ തുടങ്ങാം. കോളത്തിന് വെളിയിൽ വേണം പോസ്റ്ററിന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. നോക്കിയേ, ആദ്യം എഴുതേണ്ടത് പര്യാവരൺ ദിവസേ സമാരോഹേ, അതായത് പരിസ്ഥിതി ദിവസ സമാരോഹ് എന്ന് കൊടുക്കുക, സമ്മേളനം. അതിൻ്റെ താഴേക്ക് സർക്കാരി ഹൈസ്കൂളെ, ഞാനിവിടെ ഹൈഫൻ കൊടുത്ത സ്ഥലം കൊല്ലം എന്നെഴുതി ഇഷ്ടമുള്ള സ്ഥലം എഴുതാം. അതിൻ്റെ താഴേക്ക് ലെഫ്റ്റിലേക്ക് നോക്കിയേ, ജൂൺ 5 പരിസ്ഥിതി ദിനം, അതേ എഴുതാവൂ, ആ ഡേറ്റ് എഴുതാവൂ.
എന്നിട്ട് ജൂൺ 5, 2026. എന്നിട്ടൊരു ഡേ കൊടുക്കുക. ഞാനിവിടെ സോമവാർ തിങ്കളാഴ്ച കൊടുത്തു. എന്നിട്ട് നോക്കിയേ, റൈറ്റിലേക്ക് മാറ്റി. സ്കൂൾ കെ സഭാഗൃഹമേ സുബഹ 10 ബജെ. സ്കൂളിൻ്റെ സഭാ അങ്കണത്തിൽ വെച്ച്, സഭാഗൃഹത്തിൽ വെച്ച് സുബഹ രാവിലെ 10 മണിക്ക്. ഉദ്ഘാടൻ പ്രധാന അധ്യാപക. കാര്യക്രം പ്രോഗ്രാം പരിപാടി. സംഗോഷ്ഠി സെമിനാറ്. സഫായി കെ ബാരെ മേം ചർച്ചയെ. സഫായി വൃത്തി, വെടിപ്പ്, ശുചിത്വം എന്നൊക്കെ പറയും. അതിനെപ്പറ്റിയുള്ള ചർച്ചകളെ കൈ പ്രതിയോഗിതായും. ധാരാളം മത്സരങ്ങൾ. എന്നിട്ട് അതിൻ്റെ താഴേക്ക് സബ്കാ സ്വാഗതം, ഏവർക്കും സ്വാഗതം എന്ന് കൊടുത്ത് കോളം മറിച്ച് വയ്ക്കുക കേട്ടോ. ഈ പോസ്റ്റർ സൂചനയായിരിക്കും മിക്കവാറും. 8th ക്ലാസ് ആയതുകൊണ്ട് 8th അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് സൂചന പോസ്റ്ററായിരിക്കും ചോദിക്കാൻ നല്ലത്. ഏത് പോസ്റ്ററാണെന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ഷെയർ ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. മറ്റുള്ള ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.